ഹലോ മക്കളെ, NIS സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ 31 ആണ്. അപ്പോൾ ഇനി 2 ചാപ്റ്റർ കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോഷ്യോളജി എക്സാം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പോൾ ടീച്ചർ പ്ലേലിസ്റ്റിൽ ഇടുന്നുണ്ട്, മക്കളെ എല്ലാ ചാപ്റ്റേഴ്സും അതിൽ കയറിയിട്ടൊന്ന് നോക്കുക. അപ്പോൾ ഇനി പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈവ്ഡ് സെക്ഷൻ, മറ്റു പിന്നോക്ക വർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലേ, അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിൽ MCQ ക്വസ്റ്റ്യൻസ് ആണ് ടീച്ചർ പറയുന്നത്. വാട്ട് ഈസ് എ ഡോവറി പ്രൊഹിബിഷൻ ആക്ട് 1976? 1976 സ്ത്രീധന നിരോധന നിയമത്തിൽ പറയുന്നത് എന്ത്? ഈ നിയമപ്രകാരം സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും ശിക്ഷാർഹമാണ് അല്ലേ. അപ്പോൾ അതാണ് ഡോവറി ആക്റ്റിൽ പറയുന്നത് കേട്ടോ. സ്ത്രീധനം കൊടുക്കുന്നതോ വാങ്ങുന്നതോ ശിക്ഷാർഹമാണ്. ഇനി അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വാട്ട് ഈസ് എ ഡോവറി, വാട്ട് ഈസ് ദ സോഷ്യൽ ഈസ് ആൻ ഇവൽ സോഷ്യൽ പ്രാക്ടീസ്. അപ്പോൾ എന്താണ് സ്ത്രീധന, എന്തുകൊണ്ടാണ് ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നത്? അപ്പം ഏറ്റവും കൂടുതൽ ഗാർഹിക പീഡനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരെയുള്ള വിവേചനങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് ഈ ഡോവറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഈ ഡോവറി വലിയൊരു പ്രശ്നമായിട്ട് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് അത് സമൂഹത്തിൽ നിന്നും മാറേണ്ടത് നമ്മുടെയൊക്കെ അത്യാവശ്യങ്ങളാണ് അല്ലേ. അപ്പോൾ എന്താണ് സാമൂഹ്യ പ്രശ്നമായി മാറാനുള്ള കാരണമെന്നോ എന്താണ് ഡോവറി എന്ന് നോക്കാം. മാതാപിതാക്കളുടെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടിക്ക് വിവാഹ സമയത്ത് സ്വത്തോ പാരിതോഷികമോ നൽകുന്ന സമ്പ്രദായമാണ് സ്ത്രീധനം. അപ്പം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് സ്വർണം തരും, അതുപോലെ തന്നെ അല്ലെങ്കിൽ വല്ല സ്ത്രീധനമായിട്ട് സമ്പത്ത് എന്തെങ്കിലും തരും. ഇതെല്ലാം ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഡോവറിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. പ്രാചീന ഇന്ത്യയിൽ വീട് വിട്ടു പോകുന്ന പെൺകുട്ടിക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. വധുവിനെ വില കൽപ്പിക്കുന്ന സമൂഹങ്ങളിൽ സ്ത്രീധനം ഒരു സാമൂഹിക പ്രശ്നമായിരുന്നില്ല. ഇന്നത്തെ രീതിയിലുള്ള സ്ത്രീധന സമ്പ്രദായം പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് എങ്ങനെയാണ് അത് ആയി മാറിയത്? മധ്യകാലത്ത് ആരംഭിച്ച ഒരു പ്രതിഭാസമാണ് സ്ത്രീധനം. സ്ത്രീയുടെ സാമൂഹ്യ പദവിക്ക് ഉലച്ചിൽ തട്ടിയതോടെയാണ് സ്ത്രീധനം നിർബന്ധമായൊരു ഏർപ്പാടായി മാറിയത്. ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീധന സമ്പ്രദായം സ്ഥിരപ്രതിഷ്ഠ നേടുകയും അതിന് പുതിയ മാനങ്ങൾ കൈവരിക്കുകയും ചെയ്തു. കൂടുതൽ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും പ്രതാപത്തിൻ്റെ പ്രശ്നമായാണ് പരിഗണിക്കപ്പെടുന്നത്. വിവാഹത്തിന് ശേഷം പലരും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെടാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ സ്ത്രീ പീഡനത്തിനും മരണത്തിനും കാരണമായി തീരാറുണ്ട്. വരൻ്റെ ഗൃഹത്തിൽ വെച്ചാണ് സാധാരണയായ സ്ത്രീധന മരണങ്ങൾ സംഭവിക്കുന്നത്. ഇത്തരം കേസുകൾ പലതും തെളിവില്ലാത്തതിൻ്റെ പേരിൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ പതിവാണ്. 1956 ഹിന്ദു പിന്തുടർച്ചാ അവകാശ നിയമമനുസരിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാവിൻ്റെ സ്വത്തിൻ്റെ ഓഹരി ലഭിക്കാൻ നിയമപരമായ അവകാശമുണ്ട്. അപ്പോൾ മാതാവോ പിതാവോ അല്ലെങ്കിൽ മാതാപിതാക്കൾ പെൺകുട്ടികൾക്ക് വിവാഹ സമയത്ത് നൽകുന്ന പാരിതോഷികമാണ് സ്ത്രീധനം അല്ലേ. ഇന്ന് സ്ത്രീധനം നിർബന്ധമായൊരു വസ്തു അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ളൊരു സാഹചര്യമായി തീരുകയും ഇത് പല പെൺകുട്ടികളുടെയോ മരണത്തിനും അതുപോലെ തന്നെ ഗാർഹികമായ പീഡനത്തിനും കാരണമാവുകയും ചെയ്തു അല്ലേ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റേണ്ട ഒന്നാണ് ഇത് ഡോവറി അല്ലെങ്കിൽ സ്ത്രീധനം എന്നറിയപ്പെട്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ എ ചൈൽഡ് ലേബർ? ആരാണ് ബാലവേലക്കാർ? അപ്പോൾ ബാലവേലക്കാർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 5-നും 14-നും ഇടയിൽ പ്രായമുള്ളവരോ ചെറിയ തോതിൽ വരുമാനം നേടുന്നവരുമാണ്. ഇത്തരം ബാലവേലക്കാർ ബഹുഭൂരിഭാഗവും ദരിദ്ര കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇവരിൽ ഭൂരിഭാഗം വീട്ടുവേല ചെയ്യുന്നവരോ ഹോട്ടലുകളിൽ പണിയെടുക്കുന്നവരുമാണ്. ദാരിദ്ര്യവും നിരക്ഷരതയും തൊഴിലുടമയുടെ ചൂഷണവുമാണ് ഇത്തരം ബാലവേലക്കാർ കുടുങ്ങുന്നതിന് കാരണമായി തീരുന്നത്. 1986 ബാലവേല നിയമ നിരോധന കുട്ടികളെ കൊണ്ട് രാത്രി 7 മണിക്ക് ശേഷവും രാവിലെ 8 മണിക്ക് മുമ്പും പണിയെടുപ്പിക്കാൻ പാടില്ല. ആഴ്ചയിൽ ഒരു ദിവസം അവധി അനുവദിക്കണം. ഇത്തരം കുട്ടികളെ 6 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെറുപ്പത്തിലെ ജോലി ചെയ്യുന്ന കുട്ടികളാണ് ഏത് പേരിൽ അറിയപ്പെട്ടത്? ബാലവേലക്കാർ അല്ലെങ്കിൽ ചൈൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് വിമൺ. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്തെല്ലാം അല്ലേ, അല്ലെങ്കിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം? സ്ത്രീകൾ ഇന്ത്യൻ ജനതയുടെ ഏകദേശം പകുതിയോളമുണ്ട്. എന്നിരുന്നാലും എല്ലാ സ്ത്രീകളും പുരുഷന്മാരെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഈ ആശ്രയത്വം അവരെ സമൂഹത്തിൽ താഴ്ന്നവരാക്കുന്നു. ലിംഗാടിസ്ഥാനത്തിലുള്ള ഈ വിഭജനം സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണാൻ സാധിക്കും. സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയപരവുമായ സ്ത്രീകൾ ഇന്ന് വിവേചനം അനുഭവിക്കുന്നുണ്ട്. കുടുംബങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ പലതരത്തിലുള്ള അക്രമങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും
സ്ഥാപനങ്ങളിലും തെരുവുകളിലും സ്ത്രീകളെ പലതരത്തിലും ചൂഷണം ചെയ്യുകയോ അക്രമത്തിന് ഇടയാകാറുമുണ്ട്. സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ഉയർന്നാൽ മാത്രമേ എന്ത് പാടുള്ളൂ? എല്ലാ മേഖലയിലും സ്ത്രീകൾ ചൂഷണം നേരിടുകയാണ് അല്ലേ. അതിന് സ്ത്രീകൾ തന്നെ പ്രതികരിക്കുക അല്ലെങ്കിൽ ശക്തമായ നിയമങ്ങളാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിഹാരം നൽകാനുള്ള കാരണം അല്ലേ, അല്ലെങ്കിൽ നൽകുന്നത്. ഇനി അടുത്തത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ പ്രോബ്ലംസ് ഓഫ് ഫേസ്ഡ് ബൈ ദ ഗേൾസ് ചിൽഡ്രൻ. അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അവസാനത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ പെൺകുട്ടികൾ നേരിടുന്ന പ്രധാന പ്രശ്നം ലിംഗാധിഷ്ഠിത വിവേചനമാണ്. പെൺകുട്ടി ആയതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള അവസരം പല സ്ഥലത്തും നഷ്ടപ്പെടുന്നു. സ്കൂളുകൾ തന്നെ അവളെ പഠിപ്പിക്കാൻ വിടുന്നത് ചുരുക്കമായിരുന്നു. കൂടുതലും വീടുപണികൾ ചെയ്യാൻ പ്രാപ്തയാക്കുകയാണ് ചെയ്തിരുന്നത്. ഗ്രാമങ്ങളിലെ വീടുകളിൽ സാധാരണയായി പെൺകുട്ടികളെ സ്കൂളിൽ വിടാൻ തയ്യാറായിരുന്നില്ല. പകരം അവരെ വീട്ടുജോലികൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. വിവാഹശേഷം ഭർത്താവിൻ്റെ വീട്ടിലും വീട്ടുജോലികൾ തുടർന്നു ചെയ്തുകൊണ്ടിരുന്നു. പണ്ടുകാലത്തെ ആചാരമനുസരിച്ച് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിപ്പിച്ച് അയച്ചിരുന്നു. ഈ സമ്പ്രദായം ശൈശവവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ശൈശവവിവാഹം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്തുന്നതിന് കാരണമാകുന്നു. അപ്പം നമ്മൾ അങ്ങനെ ഈ ചാപ്റ്ററിൽ പറഞ്ഞത് പെൺകുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഡോവറി, അതുപോലെ തന്നെ ബാലവേല എന്താണ്, സ്ത്രീകൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിച്ചു. ഇനി നമുക്ക് ബ്ലോക്ക് 5 ഓപ്ഷണൽ മൊഡ്യൂളാണ് എടുക്കാനുള്ളത്. നമുക്ക് ഓപ്ഷണൽ മൊഡ്യൂളിൽ 2 ചാപ്റ്ററാണ് എടുക്കാനുള്ളത്, എക്സാം ബേസ്ഡ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എ മൊഡ്യൂളാണ് ടീച്ചർ എടുക്കുന്നത്. അതിൽ നമുക്കുള്ളത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പ്രിസർവൈഡ്സ് സ്റ്റാറ്റസ് ഓഫ് വിമൺ ഇൻ ഇന്ത്യ സൊസൈറ്റി എ സോഷ്യൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഈ ചാപ്റ്ററാണ് നമ്മൾ എടുക്കുന്നത്. ഇനി ഈ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക്സ്.